ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് റൈത്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഫ്രൈഡ് മിക്സഡ് റൈത്ത തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് തൈര് തന്നെയാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് നോക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല കട്ട തൈര് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേക്കണം. വീട്ടിൽ ഇതുപോലെ നല്ല അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് അതുപോലെ കട്ട തൈര് കിട്ടാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിണ്ട് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിൽ, അതായത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് തൈര് എടുക്കാം. ഇതിപ്പോൾ ഒരു 4 പേരുള്ള ഒരു ഫാമിലിക്ക് തികയുന്ന ആ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഒരു ബൗളിൽ ഇതുപോലെ തൈര് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഈ കട്ടയൊക്കെ പോകുന്നത് പോലെ നല്ലതുപോലെ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ഈ തൈര് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ഫുഡിൻ്റെ കൂടെ നമുക്കിത് സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം നമുക്ക് വെറുതെയും കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു റൈത്തയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നീട് നമ്മുടെ ബാക്കിയുള്ള മിക്സഡും കൂടെ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വളരെ കുറച്ച് മാത്രം എണ്ണ മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇഞ്ചിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയമൊന്നും ഇട്ട് നമ്മൾ ഇതുപോലെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണ്, വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാവും. അപ്പോൾ അത്യാവശ്യം ചെറിയ സവാളയിൽ ഒരു സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാള ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റണ്ട. ഈ സമയം എല്ലാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. നമ്മുടെ ഈ സവാളയുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും ചേർക്കാം. കുക്കുംബറും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ പച്ചക്കറിക്കും കുറച്ച് സമയം ഓരോ വേഗമാണ്. അതിൻ്റെ പേരിലാണ് ഓരോന്നും ഫസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ അത്രയ്ക്കും നമുക്ക് വേകേണ്ട ആവശ്യമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാബേജും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചുമന്ന ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. സാധാരണ വെള്ള ക്യാബേജ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഏത് ക്യാബേജിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ തൈര് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് പച്ചക്കറികൾ എടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് ക്യാരറ്റും കൂടി. അപ്പോൾ ഇത് വന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് മാത്രം നമുക്ക് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തീരെ ചെറിയ പച്ചമുളകിൽ 2 എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം കൂടി.
അപ്പോൾ ഇത് വന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതിൻ്റെ പേരിലാണ് വളരെ കുറച്ച് മാത്രം എണ്ണ മതിയാവും. അതല്ല സാധാരണ നമ്മളിപ്പോൾ ഇരുമ്പ് കടായി ആണെന്നുണ്ടെങ്കിലോ സ്റ്റീൽ കടായി ആണെന്നുണ്ടെങ്കിലോ ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണ വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ്. അതായത് ജീരകം വന്നിട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മതിയാവും, കൂടുതൽ ആവശ്യമായിട്ടില്ല. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പ് പിന്നീട് നമുക്ക് തൈരിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നേ ഉള്ളൂ. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് ഒരുപാട് സമയം എന്നിട്ട് നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വീണ്ടും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരുപാട് സമയത്ത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞു പോകും നമ്മുടെ പച്ചക്കറികളെല്ലാം. അതിൻ്റെ പേരിലാണ്. ഫൈനലി നമുക്കിതിലേക്ക് ഒരേ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ ഈ മിക്സർ റൈത്തയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പഞ്ചസാരയും കൂടി. അപ്പോൾ നമ്മളൊരല്പം മധുരം ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഇത്രയും ചൂട് വേണ്ട, ചെറിയ രീതിയിലൊന്ന് തണുത്ത് കിട്ടിയാൽ മാത്രം മതിയാവും. നമ്മളിതാ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന തൈര് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചെറുതായിട്ട് തണുത്തിട്ടുള്ള നമ്മുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് മിക്സഡ് റൈത്ത സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ പറയാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് വന്നിട്ട് കുറച്ച് മധുരം കൂടുതലാകുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം ഉണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടി കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആവശ്യമായിട്ടുണ്ട്. ഈ ഒരളവിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഇത് എല്ലാത്തിൻ്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളതാണ്. ബിരിയാണി ആണെന്നുണ്ടെങ്കിലും നെയ്ച്ചോറാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ പൂരിയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വെച്ച് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഡയറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും തിരഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പഞ്ചസാരയും ഒരല്പം ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.